ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു ഇവിടുത്തെ ആരോഗ്യരംഗം. യൂറോപ്യൻ നിലവാരം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് നാളായിട്ട് മലയാളികളെ നാണം കെടുത്തുന്ന വാർത്തയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ശ്വാസം കിട്ടാതെ മരിച്ചത് അയാളുടെ വീട്ടിലോ റോഡിലോ ആംബുലൻസിലോ ഒന്നുമല്ല, ഒരു ആശുപത്രിയുടെ മുറ്റത്താണ്. സ്റ്റാഫൊക്കെ ഉറക്കമായിരുന്നു. രോഗിയുടെ കൂടെ വന്നവർ അവരെ വിളിച്ച് ഉണർത്തി. അവരുടെ ഉറക്കം പോയതിൻ്റെ ദേഷ്യത്തിലായിരുന്നു അവർ. ഇത് നമുക്കൊരു ഉദ്യോഗസ്ഥ അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ അതുണ്ടായി? വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്വമുള്ള 1-2 പിഴവുകൾ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ഉദ്യോഗസ്ഥ അനാസ്ഥയുമല്ല, വകുപ്പ് മന്ത്രിയുടെ കഴിവില്ലായ്മയാണ്. ഒന്ന്, കോഴിക്കോട് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. വളരെ ഒരു ബഹളത്തിന് ശേഷം അന്വേഷണം തുടങ്ങി. ആ വിക്ടിമിന് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് സൂപ്രണ്ടിനെ ആരോഗ്യവകുപ്പ് നാട് കടത്തുന്നു. ഈ അക്രമിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതിൻ്റെ കാരണം അയാളൊരു CPM കാരനായിരുന്നു. 2, അവിടെ തന്നെ വേറൊരു സ്ത്രീയുടെ വയറിനുള്ളിൽ കത്തിരിയും പഞ്ഞി എന്തൊക്കെയോ കുറേ സാധനങ്ങൾ സർജറിക്ക് ശേഷം അതിനകത്തിട്ട് മറക്കുന്നു. വലിയ പ്രശ്നമായി. ഡോക്ടർമാർ പറയുന്നത് ഞങ്ങളല്ല എന്നാണ് അവിടെ വെച്ചത്, ഇവിടെ നിന്നല്ല എന്നാണ് പറയുന്നത്. ഇതൊരു അലമാരയിലോ മേശയിലോ വെച്ചതല്ല, എങ്കിൽ മറ്റോ ആരെങ്കിലും ചെയ്തെന്ന് നമുക്ക് പറയാം. ഇത് മനുഷ്യ ശരീരത്തിനുള്ളിൽ വെച്ചതാണ്. അത് ഡോക്ടർമാർക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അവരതിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയത്. അതിൽ ആ കേസിൽപ്പെട്ടവർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ സ്റ്റില്ലറ്റ് വെച്ച് വിട്ടു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ആശുപത്രി മെഡിസിനും മറ്റു ഉപകരണങ്ങളും സപ്ലൈ ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കുന്നില്ല, അവർ ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു, സപ്ലൈ നിർത്തുന്നു. ഇങ്ങനെ നിരന്തരം ഒന്നിനു പുറകെ നമ്മുടെ ആശുപത്രികളിൽ നിന്ന് അനാസ്ഥയുടെയും, അത് ചിലപ്പോൾ സ്റ്റാഫിൻ്റെതാവാം, മറ്റു ചിലപ്പോൾ മന്ത്രിയുടെ തന്നെ ആവാം. മന്ത്രി അങ്ങനെയാവുമ്പോൾ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെയാവും. ഇങ്ങനെ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മുടെ ആരോഗ്യരംഗം. എന്നാൽ ഇതിനു മുമ്പുള്ള 5 വർഷം അങ്ങനെ ആയിരുന്നില്ല. കഴിവുള്ള ഒരാളെയും വളർന്നു വരാൻ സമ്മതിക്കില്ല. നന്നായി പെർഫോം ചെയ്താൽ അവരുടെ അവസരം തെറിക്കും. കാരണം എപ്പോഴും രാഷ്ട്രീയ മേലാളന്മാർക്ക് ഏറാമൂളികളെയാണ് ആവശ്യം. ഇനി എത്ര പാവങ്ങൾ ഇതുപോലെ റോഡിൽ ശ്വാസം കിട്ടാതെ മരിക്കേണ്ടി വരും.